നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. യാക്കോബായ സഭ മുൻ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ് ബിഷപ്പിനെതിരെ മോശമായ പദപ്രയോഗം നടത്തിയതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാപ്പ് പറയണമെന്ന് പറയുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. താൻ ഒരു ഇടതുപക്ഷക്കാരനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പല CPM DYFI പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് മാർ കൂറിലോസ്. എന്നിട്ട് പോലും സർക്കാരിനെ ഒന്ന് വിമർശിച്ചതിന് ഇത്രയും ക്രൂരവും രൂക്ഷവുമായ ഭാഷയിലാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ അധിക്ഷേപിച്ചിരിക്കുന്നത്. തൻ്റെ ആത്മീയ ജീവിതം കൊണ്ടും ആതുര സേവന ജീവിതം കൊണ്ടും നിലപാടുകൾ കൊണ്ടും പൊതുസമൂഹത്തിനേറെ ഇഷ്ടമുള്ള ആ സന്യാസിയെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പുരോഹിതന്മാർക്കിടയിലും വിവരദോഷികൾ ഉണ്ടാവാം. ശ്രീ പിണറായി വിജയൻ അഭിവന്ദ്യ ഗീവർഗീസ് മാർ കൂറിലോസ് ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങളാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ വോട്ട് കുറയുകയും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾ പിന്നിൽ പോവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ജനങ്ങൾ നൽകിയ ചികിത്സയിൽ പാഠം പഠിച്ചില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും എന്ന് സർക്കാരിനെ ഉപദേശിക്കാനാണ് ബഹുമാന്യനായ ബിഷപ്പിനെ വിവരദോഷിയെന്ന് വിളിച്ചിരിക്കുന്നത്. താമരശ്ശേരി ബിഷപ്പിനെ മുൻപ് നികൃഷ്ട ജീവി എന്ന് വിളിച്ച ചരിത്രമുള്ള ശ്രീ പിണറായി വിജയന് മതമേലധ്യക്ഷന്മാരെ അധിക്ഷേപിക്കുന്നത് ഒരു ലഹരിയും ശീലവുമാണ്. ബഹുമാന്യനായ ഗീവർഗീസ് മാർ കൂറിലോസ് എല്ലാ കാലത്തും ഇടതുപക്ഷ ചിന്താഗതി വച്ചു പുലർത്തുകയും താനൊരു ഇടതുപക്ഷക്കാരനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പല CPM DYFI പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയുമാണ്. എന്നിട്ട് പോലും സർക്കാരിനെ ഒന്ന് വിമർശിച്ചതിന് ഇത്ര ക്രൂരവും രൂക്ഷവുമായ ഭാഷയിലാണ് ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ അധിക്ഷേപിച്ചിരിക്കുന്നത്. തൻ്റെ ആത്മീയ ജീവിതം കൊണ്ടും ആതുര സേവന ജീവിതം കൊണ്ടും നിലപാടുകൾ കൊണ്ടും പൊതുസമൂഹത്തിനേറെ ഇഷ്ടമുള്ള ആ സന്യാസിയെ അധിക്ഷേപിച്ച ശ്രീ പിണറായി വിജയൻ മാപ്പ് പറയണം. കഴിഞ്ഞ ദിവസമാണ് ശ്രീ FV ഗോവിന്ദൻ തിരുത്തലുകൾ വരുത്തും എന്ന് പറഞ്ഞത്. എന്തായാലും നല്ല തിരുത്ത് തന്നെ. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടുത്തേണ്ടതാകുന്നു എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി.